നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ കുതിപ്പ് തുടരുമ്പോഴും ചില സംഭവങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ ആത്മവിശ്വാസം തകർക്കുന്നതാണ്. കാരണം ബഹിരാകാശ മേഖലയിലേക്ക് പല രാജ്യങ്ങളും പലതരത്തിലുള്ള അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന ഒരു വേളയിൽ ഇന്ത്യയിൽ വിക്ഷേപിക്കുന്നതൊക്കെ തന്നെ തുടർച്ചയായി പരാജയം നേരിടുന്നതാണ് ചില ആശങ്കകൾക്ക് ഇടവച്ചിരിക്കുന്നത്. ആഗോള ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുമായുള്ള ആശയവിനിമയ ബന്ധം നഷ്ടമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏറെ പ്രതീക്ഷയോടെയും അഭിമാനത്തോടു കൂടിയിട്ടാണ് മിഷൻ ദൃഷ്ടി വിക്ഷേപിച്ചത്. പക്ഷേ ഇപ്പോൾ ആശയവിനിമയം പൂർണ്ണമായും നഷ്ടമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ബംഗളൂരു ആസ്ഥാനമായുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ ആണ് ഇക്കാര്യം അറിയിച്ചത്. ശക്തമായ സൗര കൊടുങ്കാറ്റിനെ തുടർന്നാണ് മിഷൻ ദൃഷ്ടിയുമായുള്ള ആശയവിനിമയ ബന്ധം നഷ്ടമായതെന്നാണ് വിവരം. ഉപഗ്രഹവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും അതിന് സാധ്യത വളരെ കുറവാണെന്നും കമ്പനി വ്യക്തമാക്കി. സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ, മൾട്ടി സ്പെക്ട്രൽ ഇമേജിംഗ് എന്നിവയോടുകൂടിയ കാലാവസ്ഥാ വ്യത്യാസമില്ലാതെ പകലും രാത്രിയും ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒപ്റ്റോസാർ സാറ്റലൈറ്റ് ആണ് ദൃഷ്ടി. കഴിഞ്ഞ മെയ് 3 അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്ന് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ദൃഷ്ടി വിജയകരമായി വിക്ഷേപിച്ചത്. അതായത് ഇന്ത്യൻ ഉപഗ്രഹമാണെങ്കിൽ കൂടി ഇന്ത്യയിൽ നിന്നല്ല വിക്ഷേപണം നടത്തിയത്, അത് കാലിഫോർണിയയിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത്. വിക്ഷേപണത്തിന് ശേഷം ഉപഗ്രഹം ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിയിരുന്നു. ബാംഗ്ലൂരിലെ മിഷൻ കൺട്രോൾ സെന്ററുമായി കൃത്യമായ ആശയവിനിമയം നടത്തിയിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ബഹിരാകാശത്തുണ്ടായ അതിശക്തമായ സൗര കൊടുങ്കാറ്റ് വില്ലനാവുകയായിരുന്നു. ഇതോടെ ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലുകൾ തടസ്സപ്പെടുകയും പിന്നീട് പൂർണ്ണമായും ആശയവിനിമയം നഷ്ടപ്പെടുകയുമായിരുന്നു. പരമ്പരാഗത ഉപഗ്രഹങ്ങൾക്ക് സാധിക്കാത്ത വിധം മേഘങ്ങളെ തുളച്ചു കയറി വ്യക്തതയുള്ള ദൃശ്യങ്ങൾ നൽകാൻ ഇതിന് കഴിഞ്ഞിരുന്നു. സ്വകാര്യമായി നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണിത്. ഇതിന്റെ ഭാരം 190 കിലോഗ്രാമാണ്. പ്രതിരോധം, അതിർത്തി നിരീക്ഷണം, ദുരന്ത നിവാരണം, കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലാണ് ഇത് ഉപയോഗപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ ദുരന്ത നിവാരണം, കൃഷി, അതിർത്തി നിരീക്ഷണം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയിട്ട് എല്ലാ മേഖലകളിലേക്കും ഒരുപോലെ ഉപകാരപ്രദമായിരുന്ന ഒരു ഉപഗ്രഹമായിരുന്നു ദൃഷ്ടി. പക്ഷേ ദൗത്യം പൂർണ്ണമായും ലക്ഷ്യം കണ്ടിട്ടില്ലെങ്കിലും ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഒട്ടനവധി നിർണായകമായ സാങ്കേതിക വിവരങ്ങളും പാഠങ്ങളും ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ ഗാലക്സ് ഐ സിഇഒ സുയാഷ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം അടുത്ത 2 വർഷത്തിനുള്ളിൽ 300 കിലോഗ്രാം ഭാരമുള്ള 2 ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. മെയ് 3 വിക്ഷേപിച്ച 190 കിലോ ഭാരമുള്ള ഈ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇത് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. വിക്ഷേപണത്തിന് ശേഷം ഉപഗ്രഹത്തിന്റെ പ്രധാന സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാണെന്ന് സ്ഥിരീകരിക്കാനും വിക്ഷേപണം, ദിശാ നിയന്ത്രണം, ഓൺബോർഡ് കമ്പ്യൂട്ടിംഗ്, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ കൃത്യമായി പ്രവർത്തിപ്പിക്കാനും ഈ ദൗത്യത്തിലൂടെ സാധിച്ചു. ഇതിലൂടെ ഗാലക്സ് ഐയുടെ ശേഷി തെളിയിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു. അതിശക്തമായ ബഹിരാകാശ കാലാവസ്ഥയെ തുടർന്ന് ഉപഗ്രഹത്തിന് തകരാർ സംഭവിച്ചെങ്കിലും ഭാവി ദൗത്യങ്ങളെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ വിലപ്പെട്ട എഞ്ചിനീയറിംഗ് വിവരങ്ങൾ ഈ ദൗത്യത്തിലൂടെ ലഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത്യാധുനിക ഭൗമ നിരീക്ഷണ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഗാലക്സ് ഐ. സുയൂഷ് സിംഗ്, ഡെനിൽ ചാവഡെ, കിഷൻ താക്കർ എന്നിവരുൾപ്പെടെ IIT മദ്രാസിലെ 5 പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് 2021 ഈ കമ്പനി സ്ഥാപിച്ചത്. സ്പെഷ്യാലെ ഇൻവെസ്റ്റ്, മെല വെഞ്ചേഴ്സ്, ഇൻഫോസിസ്, ഐഡിയ ഫോർജ്, റെയിൻ മാറ്റർ തുടങ്ങിയവരിൽ നിന്നും ആകെ $20 ദശലക്ഷം നിക്ഷേപം കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ISRO വിക്ഷേപണത്തിന്റെ തുടർച്ചയായ പരാജയങ്ങൾ കേന്ദ്രം ഗൗരവമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണം ജനുവരി 12 തിങ്കളാഴ്ച പരാജയപ്പെട്ടിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 7 ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് PSLV C-62 ദൗത്യം ഉദ്ദേശിച്ച ഭ്രമണ പഥത്തിലെത്തിയില്ല.
3 പതിറ്റാണ്ടുകളിലേറെയായി ഇസ്രോയുടെ പ്രധാന വിക്ഷേപണ വാഹനമായി പ്രവർത്തിക്കുന്ന ഒരു റോക്കറ്റിന് തുടർച്ചയായ രണ്ടാമത്തെ പരാജയമാണിത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഇതിനു മുമ്പ് പരാജയം സംഭവിച്ചത്. രണ്ടവസരങ്ങളിലും റോക്കറ്റ് വിജയകരമായി പറന്നുയർന്ന മൂന്നാം ഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യ 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കി. കഴിഞ്ഞ വർഷത്തെ ദൗത്യത്തിന്റെ പരാജയത്തിന് കാരണം എഞ്ചിന്റെ ജ്വലന അറയിലുണ്ടായ അപ്രതീക്ഷിത തകർച്ചയാണെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞിരുന്നു. തുടർച്ചയായ 2 PSLV ദൗത്യങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ISROയുടെ വിക്ഷേപണ ദൗത്യങ്ങൾക്ക് അപ്രഖ്യാപിത നിയന്ത്രണം ഉണ്ട്. ഈ വർഷം നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഗഗൻയാൻ പ്രാഥമിക ദൗത്യങ്ങൾ ഉൾപ്പെടെയുള്ള 30ഓളം ദൗത്യങ്ങളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. മുൻ വർഷങ്ങളിൽ ശരാശരി 5 മുതൽ 6 വിക്ഷേപണ ദൗത്യങ്ങൾ നടത്തിയിട്ടുള്ള ISRO ഈ വർഷം ഇതുവരെ നടത്തിയത് ജനുവരി 12-ന് വിക്ഷേപിച്ച PSLV C-62 ദൗത്യം മാത്രമായിരുന്നു. ഇതും പരാജയമായിരുന്നു. 6 മാസം പിന്നിട്ടിട്ടും പുതിയ ദൗത്യങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പുതിയ ദൗത്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് നൽകിയ ശുപാർശകളിൽ അനുമതി ലഭിക്കാത്തതാണ് കാരണമെന്നാണ് ISROയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 2025 മെയ് 18-ന് വിക്ഷേപിച്ച PSLV C-61, ഈ വർഷം വിക്ഷേപിച്ച C-62 എന്നീ ദൗത്യങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ വിശദമായ അന്വേഷണം നടത്തുകയും കേന്ദ്ര സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവരെ ISRO കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തതും സ്ഥാപനത്തെ മുൾമുനയിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെ പരാജയ കാരണങ്ങളെ കുറിച്ച് പഠിക്കാൻ K വിജയരാഘവൻ, മുൻ ചെയർമാൻ S സോമനാഥ് എന്നിവരുടെ സംഘത്തെയും ചുമതലപ്പെടുത്തിയിരുന്നു. ഇവരുടെ റിപ്പോർട്ട് ലഭിച്ചെന്നും അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തിയെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചിരുന്നു. തിരുത്തൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇത്തരം റിപ്പോർട്ടുകളുടെ സംക്ഷിപ്ത രൂപം സർക്കാർ പുറത്തുവിട്ടിരുന്നുവെങ്കിലും ഇത്തവണ ഇത് രഹസ്യമാക്കി വെക്കുകയാണ്. 2025-ൽ ഇന്ത്യ US സംരംഭമായ നൈസർ, വാണിജ്യ ഉപഗ്രഹമായ ബ്ലൂ ബേർഡ് എന്നിവയുൾപ്പെടെയുള്ള വിജയ ദൗത്യങ്ങൾ ISRO പൂർത്തിയാക്കിയിരുന്നു. പക്ഷെ എന്നിരുന്നാലും പിന്നീടുള്ള ഈ വർഷമൊക്കെ തന്നെ വളരെ നിരാശാജനകമായിട്ടുള്ള വാർത്തയാണ് ISROയിൽ നിന്ന് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്രം തീരുമാനിക്കും. എവിടെയാണ് പരാജയം, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നമ്മുടെ NSA അടക്കം വന്ന് നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി വരും വർഷങ്ങളിലോ വരും മാസങ്ങളിലോ രാജ്യത്തിന് അഭിമാനമായിട്ടുള്ള പല വിക്ഷേപണങ്ങളും ISROയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.